next class of our numerical analysis. In this video, I would like to explain about the continuation of the last video, that is the fixed point theorem. The fixed point theorem statement is that let G belongs to the continuous function from A to B and be such that G of x closed interval AB. That means G is a map from closed interval AB to AB. Closed interval AB to AB for all x in AB, and suppose in addition that G dash exists on open interval AB and that a constant exists 0 and 1 in a such that mode endokayana ividunnu kittunna കാര്യങ്ങൾ ആദ്യം നോക്കുക. ഒന്ന് G തന്നിട്ടുണ്ട്, closed interval AB to AB ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? രണ്ടാമത്തെ കാര്യം G dash exist ചെയ്യുന്നുണ്ട് such that mod G dash x എന്താണ് less than or equal to k, 0 less than or equal to ഇല്ല, k less than 1 ആണ്. Okay, 0 strictly less than, k less than 1, right? ഇനി നമ്മൾക്ക് പിന്നെ തന്നിരിക്കുന്നത് sequence define ചെയ്യുന്നുണ്ട്. For any p naught in AB, the sequence is defined by Pn is equal to എന്താണ് G of Pn minus 1 for n greater than or equal to 1. Okay, നമ്മൾക്ക് കിട്ടേണ്ടത് converges to unique fixed point എന്നാണ് കിട്ടേണ്ടത്. unique fixed point എന്നാണ് കിട്ടേണ്ടത്. Converges to unique fixed point P in closed interval AB. ഇതാണ് നമ്മുടെ പ്രൂഫ് വേണ്ടത്, പ്രൂവ് ചെയ്യാനുള്ളത്. തന്നിരിക്കുന്നത് G ഇങ്ങനെയാണ്, ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. G is a continuous function ആണ്. ഓക്കെ, പിന്നെ 2 is equal to mod G dash x is less than or equal to k. അപ്പോൾ 0 less than or equal to k strictly less than 1 ആണ്. ഇനി Pn equal to G of Pn minus 1 for n greater than or equal to 1 ആണ്. Right? ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് തിയറം 2.3 അറിയാലോ, അത് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ ഒരു കണ്ടീഷൻസ്, G ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണ്, മോഡ് G dash x ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ഫോർ k ഇൻ ബിറ്റ്വീൻ ഓപ്പൺ ഇന്റർവൽ 0-1 ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? അത് പ്രകാരം ദർ എക്സിസ്റ്റ് P ഇൻ AB സച്ച് ദാറ്റ് G ഓഫ് P ഈക്വൽ ടു P ആയിട്ട് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. G of P equal to P. ഇങ്ങനെ ഒരു യുണീക്ക് P അവിടെ എക്സിസ്റ്റ്, യുണീക്ക് P എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി G എവിടുന്ന് എവിടത്തേക്ക് മാപ്പ് ചെയ്യുന്നു? AB to itself ആണ്. അപ്പൊ സീക്വൻസ് Pn എന്ന് പറയുന്നത് എവിടെ തന്നെ ഡിഫൈൻഡ് ആണ്? സീക്വൻസ് Pn എവിടെ തന്നെ ഡിഫൈൻഡ് ആണ്? ക്ലോസ്ഡ് ഇന്റർവൽ ABയിൽ തന്നെ ഡിഫൈൻഡ് ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? മോഡ് G dash x ലെസ് ദാൻ ഓർ ഈക്വൽ ടു k എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിഡർ മോഡ് Pn മൈനസ് P. ഇനി ഇതിലാണ് നമ്മളെല്ലാം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. Pn മൈനസ് Pയിൽ Pn എന്താണെന്ന് അറിയാം, G ഓഫ് Pn മൈനസ് 1, അത് അപ്ലൈ ചെയ്യാം. P എന്താണെന്ന് അറിയാം, P is a ഫിക്സ്ഡ് പോയിന്റ് ആയതുകൊണ്ട് G ഓഫ് P ഈക്വൽ ടു P ആണ്. അപ്പൊ G ഓഫ് P കിട്ടും. ഇനി മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് മോഡ് G ഡാഷ് ഓഫ് സീറ്റ n ഇൻറ്റു മോഡ് Pn മൈനസ് 1 മൈനസ് P. ഓക്കെ, വേർ സീറ്റ n ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ AB ആണ്. റൈറ്റ്, ഇനി ഇതെന്താണെന്ന് അറിയാം, mod G dash x is less than or equal to k for all x belongs to open interval AB ആണ്. ഇത് ഏതിനും ബാധകമാണ്? സീറ്റ n-നും ബാധകമാണ്. So which is less than or equal to mod Pn minus 1 k into mod Pn minus 1 minus P. Right? Applying this inequality inductively, അതായത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് k into ഇത് കിട്ടി, അതായത് mod Pn minus P is strictly less than or equal to k into mod Pn minus 1 minus P.
ഓക്കെ, ഇനി എന്താ കൺസിഡർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് പി എൻ മൈനസ് വൺ മൈനസ് പി നി ഇതേപോലെ ചെയ്താൽ എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു മോഡ് പി എൻ മൈനസ് ടു മൈനസ് പി എന്ന് കിട്ടും. റൈറ്റ്, ഇനി ഇതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? മോഡ് പി എൻ മൈനസ് പി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു കെ, അതായത് കെ സ്ക്വയർ ഇൻറ്റു മോഡ് പി എൻ മൈനസ് ടു മൈനസ് പി കിട്ടി. ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് കെ എൻ വരെ എത്തി. ഇവിടെ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ എൻ മൈനസ് ടു ആണ്. അപ്പോൾ ഇവിടെ കെ റേസ് ടു എൻ ആണെങ്കിൽ എൻ മൈനസ് എൻ, അതായത് പി നോട്ട് ആയിട്ട് വരും. ഈ രീതിയിലാണ് നമ്മുടെ ഇൻഡക്റ്റീവ്ലി ആയിട്ട് ഈ ഇൻഈക്വാലിറ്റി പോകുന്നത്. റൈറ്റ്, എന്താണെന്ന് അറിയാം. വി ഹാവ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, 0നും 1നും ഇടയിലുള്ള വാല്യൂ ആണെങ്കിൽ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കെ റേസ് ടു എൻ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് ഓൾറെഡി നമ്മൾ ലിമിറ്റിന്റെ കേസിൽ പഠിക്കുന്നതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി, ഇവിടെ മോഡ് പി എൻ മൈനസ് പി എടുക്കുന്നു, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് മാത്രം എടുക്കുകയാണ് കേട്ടോ. ഏത് മാത്രം? നമ്മൾ ചൂസ് ചെയ്യുന്നത് മോഡ് പി എൻ മൈനസ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ റേസ് ടു എൻ ഇൻറ്റു മോഡ് പി നോട്ട് മൈനസ് പി. ഓക്കെ, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഓൺ ബോത്ത് സൈഡ്സ്, അതാണ് ഇവിടെ കിട്ടുന്നത്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് പി എൻ മൈനസ് പി ഇസ് ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കെ എൻ ഇൻറ്റു മോഡ് പി നോട്ട് മൈനസ് പി. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ടോട്ടലി ഈ വാല്യൂ 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി പി എൻ മൈനസ് പി ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ദ സീക്വൻസ് പി എൻ കൺവേർജസ് ടു പി. സോ ദ സീക്വൻസ് പി എൻ കൺവേർജസ് ടു പി. ഇതാണ് ഇതിന്റെ പ്രൂഫ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇത് തന്നെ ഇതിന്റെ കൊറോളറി എടുക്കുവാണെങ്കിൽ കൊറോളറി എന്താ പറയുന്നത് നോക്കുക. If G satisfies the hypothesis of theorem 2.4, then bounds of the error involved in using Pn to approximate P are mod Pn minus P less than or equal to Kn into maximum of P naught minus A, comma B minus P naught, and mod Pn minus P less than or equal to k raised to n divided by 1 minus k into mod p1 minus p naught for all n greater than or equal to 1. Okay, ഇവിടെ ബൗണ്ട്സ് ഓഫ് എറർ ആണ് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. എന്താണെന്നുള്ളത് p എവിടെയുണ്ട്? നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ a ബിയിലുണ്ട്. റൈറ്റ്, ഫസ്റ്റ് ബൗണ്ട് ഫോളോസ് ഫ്രം ദി ഇൻഈക്വാലിറ്റി 2.4 നിന്ന് തന്നെ പറയാൻ പറ്റും. എങ്ങനെയാ പറയാൻ പറ്റുക? mod Pn minus P is less than or equal to k raised to n into P naught minus P അല്ലേ? അപ്പൊ എന്ത് പറയാൻ പറ്റും? which is less than or equal to maximum of P naught minus A. P naughtum P യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ P naught ആണ്. P naughtum P ഏതുവരെ ആവാം? മാക്സിമം B യും A യും വരെയല്ലേ ആവുള്ളൂ എന്തായാലും. ഓക്കെ, അപ്പോൾ P naught minus A യും P naught minus B ഉണ്ട്. ഡിസ്റ്റൻസ് ആണ്, മാക്സിമം ആണ് B minus P naught. ഓക്കെ, B minus P naught ആകുമ്പോഴാണ് പോസിറ്റീവ് ആയിട്ട് വരിക. അപ്പൊ ഇത്രയാണ് മാക്സിമം ആയിട്ടുള്ള ഡിസ്റ്റൻസ് വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മോഡ് P naught minus P എപ്പോഴും വന്നു കഴിഞ്ഞാലും അതിന്റെ മാക്സിമത്തിനേക്കാളും ലെസ് ദാൻ തന്നെയായിരിക്കും. സോ അതായത് മോഡ് P naught minus P is always less than or equal to maximum of P naught minus A യും B minus P naught ആയിരിക്കും. ഓക്കെ, ഈ ഡിസ്റ്റൻസ് P naught minus A എടുക്കുക അല്ലെങ്കിൽ B minus P naught എടുക്കുക, ഇതിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും ഈ P ഏത് വന്നു കഴിഞ്ഞാലും P മാക്സിമം ഏത് വരെ വരുള്ളൂ? എയോ ബിയോ വരെ വരുള്ളൂ. അപ്പൊ സപ്പോസ് P എന്ന് പറയുന്നത് B ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഡിസ്റ്റൻസ്? യൂസ്ഡ് വിത്ത് ദിസ് theorem 2.4 implies that mod Pn plus 1 minus Pn is equal to mod G of Pn minus G of Pn minus 1 less than or equal to k into mod Pn minus 1.
So, mod Pn plus 1 minus Pn is equal to mod g of Pn minus g of Pn minus 1, which is less than or equal to k into mod Pn minus Pn minus 1, which is less than or equal to, this inductively follow kn into mod P1 minus Pn. So this is mod Pn plus 1 minus Pn is less than or equal to k raised to n into mod P1 minus P0 ആയിട്ട് വരും. Okay. Modulus of from greater than n greater than or equal to 1, mod Pm minus Pn is equal to mod Pm minus Pm minus 1. M n നേക്കാളും വലിയ വാല്യൂ ആണ് എടുക്കുന്നത്. So mod Pm minus 1 plus Pm minus 1 minus അടുത്തത് എന്തെടുക്കുന്നു Pm minus 2 ആ രീതി പോവാണ്. നെക്സ്റ്റ് Pn plus 1 minus Pn ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതുവാണ്. ഓക്കെ, സോ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod a plus b ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod a plus mod b ആണല്ലോ. അപ്പം അതേപോലെ ഇവിടെ മോഡുലസ് ഇട്ട് കൊടുക്കുക. ഇവിടെ മോഡുലസ് ഇട്ട് കൊടുക്കുന്നു, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ രീതിയിൽ പോകും. അപ്പോൾ mod less than or equal to mod Pm minus 1 plus mod Pm minus 1 minus Pm minus 2 plus etc plus mod Pn plus 1 minus Pn ആയി. റൈറ്റ്, ഇനി ഇതെന്ത് വരും? Pm minus 1 എന്ന് പറയുന്നത് എന്ത് വരും? നേരത്തെ റിസൾട്ട് പ്രകാരം ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും? Km minus 1 k raised to m minus 1 into mod P1 minus P0. അത് എങ്ങനെയാണ് വരിക എന്നുള്ളതും കൂടി ചെക്ക് ചെയ്യാം. ഇവിടെ Pn plus 1 minus Pn എങ്ങനെയാണ് മാറിയത്? k raised to n into mod P1 minus P0 ആണ്. mod Pn plus 1 തൊട്ടടുത്ത നമ്പറായ Pn തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇവിടെ k raised to m minus 1 into mod P1 minus P0, k raised to m minus 2 into mod P1 minus P0 plus etc plus k raised to n into mod P1 minus P0 ആയി. ഓക്കെ, സോ which is equal to, സോ ഇവിടെ mod P1 minus P0 ഔട്ട് സൈഡിൽ എടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? k raised to m minus 1, പിന്നെ ഇവിടെ k raised to m minus 2, പിന്നെ k raised to n വരെയായി. ഓക്കെ, അപ്പൊ ഇവിടുന്ന് എല്ലാം നമ്മൾക്ക് എന്തൊക്കെ ഔട്ട് സൈഡിൽ എടുക്കാൻ പറ്റും? k raised to n ആണല്ലോ ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ. k raised to n ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ k raised to n into mod P1 minus P0 ഔട്ട് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇതിൽ 1 വരും. പിന്നെ അടുത്തതിൽ k plus k square plus etc plus k raised to m minus n minus 1 വരും. ഓക്കെ, സോ ബൈ തിയറം 2.3 പ്രകാരം ഇതിനെ ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി Pm എന്തായി മാറും? P ആയി മാറും. സോ മോഡ് P മൈനസ് Pn എന്ത് വരും? ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ P ആക്ച്വലി എന്താ? ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി Pm അല്ലേ? അപ്പൊ Pm മൈനസ് Pn ആയി. which is less than or equal to ഇവിടെ നിന്നുള്ള പ്രകാരം k raised to n into limit m tends to infinity k raised to n into mod P1 minus P0 into summation of this value. Right, summation of k raised to I, where I varies from 0 to m minus n minus 1. Okay, അപ്പോൾ I equal to ഇവിടെ ചെയ്യാൻ പറ്റുന്നത് m tends to infinity which is less than or equal to k raised to n into mod P1 minus P0 summation m infinity ലേക്ക് പോവുകയാണെങ്കിൽ I equal to 0 to infinity k raised to I1. Right, this is actually ഇതെന്താണ്? Geometric series ആണ്. 1 plus k plus k square plus etc. geometric series ആണ്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നത് ഇനി k എന്തുവാണ്? ലെസ് ദാൻ 1 ആണ്. 0 ലെസ് ദാൻ k ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഈ സീരീസ് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തു പോകുന്നത്? സീരീസ് കൺവേർജസ് ടു 1 by 1 minus k ആയി മാറും. സോ ഇവിടെ എന്ത് വരും? k raised to n divided by 1 minus k into mod P1 minus P0 ആയി മാറും. ഓക്കെ, അപ്പോൾ ഇതിന്റെ തൊട്ട് മുന്നിലത്തെ എന്തായിരുന്നു? ഫസ്റ്റത്തേത് എന്തായിരുന്നു ചെയ്തത്? ഇവിടെ ഇത്രയും ഓർക്കാനുള്ളൂ. മോഡ് Pn മൈനസ് P അറിയാം എന്താണെന്ന്. അത് ബൗണ്ട്സ് ഓഫ് എറർ ഇതാണെന്ന് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് മാക്സിമം
എത്ര വരിക? പി നോട്ട് മൈനസ് എ ആവാം, പി നോട്ട് മൈനസ് ബി ആവാം. അപ്പോൾ അതിനേക്കാൾ ലെസ് ദാൻ ആയിരിക്കും പി നോട്ട് മൈനസ് ബി. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾക്കിത് സാറ്റിസ്ഫൈഡ് ആവും. ഇനി നെക്സ്റ്റത്തേത് പ്രൂവ് ചെയ്യാനാണ്. ഇത് ഫസ്റ്റത്തെ സെന്റൻസിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? മോഡ് പി എൻ പ്ലസ് 1 മൈനസ് പി എൻ ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ട് മോഡ് പി എം മൈനസ് പി എൻ ഫോർ എം ഗ്രേറ്റർ ദാൻ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ചെയ്തു. അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം കെ റേസ് ടു എൻ ഇൻറ്റു മോഡ് പി വൺ മൈനസ് പി നോട്ട് ഇൻറ്റു ഈ രീതിയിൽ വന്നു. ഇനി ലിമിറ്റ് എം ടെൻസ് ടു ഇൻഫിനിറ്റി പി എം എസ് ഈക്വൽ ടു പി ആണെന്ന് അറിയാം. റൈറ്റ്? അപ്പോൾ മോഡ് പി മൈനസ് പി നോട്ട് ഇസ് ഈക്വൽ ടു ഇതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ കെ റേസ് ടു എൻ ഇൻറ്റു മോഡ് പി വൺ മൈനസ് പി നോട്ട് ഇൻറ്റു സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി കെ റേസ് ടു ഐ വന്നു. അപ്പോൾ ഇത് ജോമെട്രിക് സീരീസ് ആണ്. മോഡ് പി മൈനസ് പി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ റേസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് കെ ഇൻറ്റു മോഡ് പി വൺ മൈനസ് പി നോട്ട് ആയി മാറും. റൈറ്റ്? Both inequalities in the corollary relate the rate at which sequence Pn converges to the bound k on the first derivative. The rate of convergence depends on the factor k raised to n. Smaller the value of k, faster the convergence, which may be very slow if k is close to 1. Okay? ഇവിടെ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾക്ക് theorem 2.4 G is a function from closed interval AB to AB and G dash X exists. ഇങ്ങനെ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇങ്ങനെ എപ്പോഴും ഒരു വാല്യൂവിൽ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഓക്കെ? അപ്പോൾ ആ സമയത്ത് നമ്മൾക്ക് അങ്ങനെ ഒരു G നമ്മൾക്ക് കിട്ടണം. എപ്പോഴും അങ്ങനെ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് നെക്സ്റ്റത്തെ ഈ പ്രൂഫിലൊക്കെ പറയുന്നത്. ഇങ്ങനെ G1 G2 ഈ G3 G4 ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ ഈ തിയറം 2.4 സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അതിലത്തെ അസംഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ആ തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അപ്പം ആ രീതിയിലുള്ള G നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ? അതൊരു ഫോൾട്ടാണ് ഇവിടെയുള്ളത്. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ? ഇത്രയും. ഓക്കെ, നമ്മൾക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. ഓക്കെ, ഓൺ ദി ഇന്റർവൽ 1 2 ആണ് തന്നിരിക്കുന്നത്. ഓൺ ദി ഇന്റർവൽ 1 2 ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആൻഡ് സപ്പോസ് ദാറ്റ് പി നോട്ട് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് ഫിക്സഡ് പോയിന്റ് ഐറ്ററേഷനിലൂടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ആക്കി മാറ്റണം. എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ക്യൂബ് മൈനസ് 1 അല്ലേ? അപ്പോൾ എക്സ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 1 കിട്ടി. റൈറ്റ്? സോ എക്സ് ഇസ് ഈക്വൽ ടു g of x, where g of x is equal to, where g of x is given by, that is x cube minus 1. G of x is given by x cube minus 1. Right? And we have g dash x. G dash x is equal to what? 3x square. 3x square. Right? But 3x square എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ what will be mod g dash of x? This is equal to എന്ത് വരും? That's equal to mod 3x square. 1 2 on the interval 1 2 എന്ത് വരില്ല? This is strictly less than 1 എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ we cannot choose this g. This is a wrong selection of g. So we have to choose x as first എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x cube equal to 1 plus x. അപ്പോൾ x is equal to 1 plus x whole raised to 1 by 3. 1 plus x whole raised to 1 by 3. ഇതാണ് നമ്മൾ g of x ആയിട്ട്. So x is equal to g of x, where g of x is equal to 1 plus x whole raised to 1 by 3. ഇത് ശരിയാവോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനി g dash x of is equal to 1 by 3 into 1 plus x raised to 1 by 3 minus 1. That's equal to 1 by 3 into, this is minus 2 by 3. So this is 1 divided by 1 plus x raised to
2/3. Right? ഇനി ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നോക്കിക്കേ 1 ഞാനിവിടെ 1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 + 1/2 2 സ്ക്വയർ 4ന്റെ തേർഡ് റൂട്ട് എടുക്കുക. ഏതാണെങ്കിലും 1 ആണ് വാല്യൂ അല്ലേ. അപ്പോൾ എപ്പോഴും ഇതെന്ത് തന്നെയായിരിക്കും, ഇതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി ഇവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2⁻⁴ എന്ത് തന്നെയാണ് അതിന്റെ ക്യൂബ് റൂട്ട് വരിക 1 പോയിന്റ് സംതിങ് ആണ്. 2ന്റെ ആണെങ്കിൽ 3⁻⁴. അഗെയിൻ അത് തന്നെയാണ്, ഏതിന്റെ ഇടയിൽ തന്നെയാണ്, ഈ ഫംഗ്ഷന്റെ ഇടയിൽ തന്നെയാണ്. സോ ഈ അസംഷൻ, ഈ ചോയ്സ് നമ്മുടെ റോങ് ആയിരുന്നു, ഈ ചോയ്സ് ആയിരുന്നു കറക്റ്റ്. ഓക്കെ, അപ്പോൾ മോഡ് g' x ലെസ് ദാൻ 1 ആവുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യുക. ഇനി P0 = 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 = നമ്മൾക്ക് കിട്ടേണ്ടത് that is g of x0. That's equal to g of x0 means 1 plus that is g of 1. Not is equal to P1 ആയിട്ടാണ് അല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ P1 = g of 1 വന്നു. അപ്പോൾ എന്ത് വരും 1 + 1⁻⁴. അപ്പോൾ 2⁻⁴ കിട്ടി. ഓക്കെ, ഇവിടെ ചെയ്യുന്നത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ വാല്യൂസ് ആണ്. P1 = g of P0. അപ്പോൾ g of 1, അപ്പോൾ 1 + 1⁻⁴. 2⁻⁴ എത്ര വരും 1.2599 വരും. ഇനി P2 ആയിട്ട് എന്ത്, P1 ഇതാണ്. ഓക്കെ, അപ്പോൾ P2 = g of P1 വന്നു. അപ്പോൾ g of 1.2599 വന്നു. അപ്പോൾ അതിന്റെ വാല്യൂ 1.312289 വന്നു. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P3 = g of P2 ഇങ്ങനെ പോവുക. അപ്പോൾ ഫൈനലി നമ്മൾക്ക് ഒരു P2ഉം P3യും തമ്മിലുള്ള ഡിഫറൻസ് എന്താവണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ലെസ് ദാൻ 10⁻⁻² ആവുന്ന രീതിയിലാണ് നമ്മൾക്ക് 10⁻⁻² ആക്യുറേറ്റ് ചെയ്യാൻ രീതിയിലാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കുക. അത് 1/10⁻² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/100 വരും. അപ്പോൾ 1/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 ലെസ് ദാൻ ആയിട്ട് നമ്മളുടെ ഡിഫറൻസ് വരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. റൈറ്റ്, ഈ പ്രോബ്ലം ചെയ്തിരിക്കുന്നതിൽ ഞാൻ P3 എടുത്തു. നമ്മൾക്ക് P1 എന്ത് കിട്ടി 1.2599, P2 1.312289 കിട്ടി. എനിക്ക് P3 കിട്ടുന്നത് 1.32235. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക കേട്ടോ, സയന്റിഫിക് കാൽക്കുലേറ്റർ എടുത്തിട്ട് സ്പീഡായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. P4 = ഈ വാല്യൂ ആണ് കിട്ടുന്നത്. റൈറ്റ്, ഇനി ഞാൻ P4ഉം P3യും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തപ്പോൾ 0.0019 ആണ്. അതായത് നമ്മളുടെ 10⁻², അതായത് 0.01 ലെസ് ദാൻ ആയിട്ടുള്ള എറർ ആണ് ഇവിടെ വരുന്നത്. സോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ദ വാല്യൂസ് ഈക്വൽ ടു എന്താ സംഭവിക്കുക, സോ ദ വാല്യൂസ് given by 1. Next, again one more question. Find the root of 2x is equal to cos x plus 3 correct to 3 decimal places. ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ x = ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുവാണ്. 1/2 ഉണ്ട്, വേറൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ cos xന്റെ cos ഇൻവേഴ്സ് ഒക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എടുത്തു. ഇതിനെ എന്ത് വിളിക്കുന്നു, φ(x) ആയിട്ട് കോൾ ചെയ്യുന്നു. അഗെയിൻ ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ φ'(x) ഇവാലുവേറ്റ് ചെയ്യുന്നു. φ'(x) = എന്ത് വരും, that is 1/2 into sin x, 1/2 into sin x വന്നു. അഗെയിൻ നെക്സ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് φ'(= ഇത് വന്നു. ഇനി മോഡ് φ'(x) = that is mod sin x by 2. Sin x, mod sin x is always less than or equal to 1 അല്ലേ. So this is strictly less than 1 ആയിരിക്കും. ഇത് less than or equal to 1/2 ആണ് ഇവിടെ വരിക. So this is strictly less than 1 ആണ് വരിക.
Okay, അപ്പോൾ എന്ത് പറയാൻ പറ്റും നമ്മൾക്ക് നമ്മുടെ iteration ആ ഫിക്സഡ് പോയിന്റ് iteration തിയറത്തിലെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. സോ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സോ p0 is equal to എന്ത് ചൂസ് ചെയ്യുന്നു ഇവിടെ pi/2 എന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, അത് തന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സൈൻ ആയതുകൊണ്ട് കോസും സൈനും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ pi/2 ചൂസ് ചെയ്തു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് p1 is equal to എന്താണ് g ആണ്. ഇവിടെ g ആണ് കേട്ടോ, ടെക്സ്റ്റിൽ ഇത് പ്രകാരം തന്നെ g ആയിട്ടാണ് കോൾ ചെയ്യുന്നത്. g of p0 ആണ്, that's equal to g of pi/2. ആ വാല്യൂ എത്രയാണ് കിട്ടുക? that's equal to 1.5 ആയിരിക്കും കിട്ടുക. ഇനി ഇതേ ഐഡിയയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതിൻ്റെ വാല്യൂ that is p2 equal to g of 1.5. അപ്പോൾ എത്ര വരും? 1.535 വരും. ഇനി p3 equal to g of 1.535. അപ്പോൾ g എന്ന് പറയുന്ന ഫംഗ്ഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ this is equal to that is we have to substitute these values in g. What is g? G is equal to g of x is equal to 1/2 into cos x plus 3. Right, and this value is 1.518. Again I am finding this p4, that is g of 1.518, that's equal to ഞാൻ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്തതാണ്, അതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, p4 p5 വരെ അങ്ങ് പ്രൊസീഡ് ചെയ്ത് പോവുക. അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ഈ പ്രോബ്ലംസ് ഞാനത് ഇത് ചെയ്ത് തരാം, സൂം ചെയ്ത് തരാം. ഈ പ്രോബ്ലംസ് ഒക്കെ 5 ചെയ്യുക, 5th one പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ബാക്കി ഇതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ക്ലിയർ ആയി കിട്ടും സംഭവം. ഫംഗ്ഷൻ ഏതൊക്കെയാണ് ബാക്കിയുള്ള തന്നിട്ടുള്ളത് നോക്കുക. ഇനി 11 ഒന്ന് ചെയ്ത് നോക്കുക. റൈറ്റ്.